വന നിയമ ഭേദഗതിക്കെതിരെ ഇടതുമുന്നണിയിൽ തർക്കം. വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഭേദഗതി അംഗീകരിക്കാനാവില്ലെന്ന് കേരള കോൺഗ്രസ് എം നിലപാട്. ഇക്കാര്യം ഉന്നയിച്ച് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കാണും. ടി ജി സജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. സജിത്ത്, കർഷകർക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതാ ഇടതുമുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നത്. ജോസ് കെ മാണി വിഭാഗത്തിന് കേരള കോൺഗ്രസ് എമ്മിന് എന്താണ് പറയാനുള്ളത്? ഇടതുമുന്നണിയിൽ തന്നെ ഭവ്യ ഇക്കാര്യത്തിൽ തർക്കമുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന് ഇത് വനമേഖലകളിൽ താമസിക്കുന്ന കർഷകർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാവും നിർദ്ദിഷ്ട വന ഭേദഗതി നിയമം എന്നതാണ് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇത് പലവട്ടമായി ഉന്നയിക്കുന്നു. ഇടതുമുന്നണി യോഗത്തിലും ഇക്കാര്യം ഉന്നയിക്കപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നതാണ് കേരള കോൺഗ്രസിന്റെ നീക്കം. വനഭേദഗതി നിയമം എന്തായാലും വരാനിരിക്കുന്ന ജനുവരി മാസത്തിൽ, അടുത്ത മാസത്തിൽ സഭാസമ്മേളനം ചേരുകയാണ്, നിയമസഭ ചേരുകയാണ്. ആ സഭാസമ്മേളനത്തിൽ പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനാണ് ഇപ്പോൾ തത്വത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രതിഷേധങ്ങളടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു നീക്കത്തിലേക്ക് വന്നത്. 1961 നിലവിൽ വന്ന വന നിയമമാണ് നിലവിലുള്ളത്. 2019 ഇത് സംബന്ധിച്ച ഒരു ഭേദഗതി നിർദ്ദേശം വന്നെങ്കിൽ കൂടിയും അത് പരിഗണിച്ചിരുന്നില്ല. പുതിയ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വനപാലകർക്ക് വലിയ തരത്തിലുള്ള ഈ നിയമത്തിൽ പിന്തുണ നൽകുന്നുണ്ട്. അതായത് വനപാലകർക്ക് അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ നേരിട്ട് റിമാൻഡ് ചെയ്യാൻ വ്യവസ്ഥയുള്ള അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതാണ് നിലവിലുള്ള നിർദ്ദിഷ്ട വനഭേദഗതി നിയമം. അത് അംഗീകരിക്കപ്പെട്ടാൽ അത് വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾക്കിടവയ്ക്കും. ഇപ്പോൾ തന്നെ വനമേഖലകളിൽ ഈ വന അതിർത്തികളിൽ വനപാലകരും കർഷകരുമായി വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വനപാലകരുടെ ഇടപെടലുകൾ വലിയ വിവാദങ്ങൾക്കിടവയ്ക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ നിയമം വരുന്നത് അത് വീണ്ടും സംഘർഷം രൂക്ഷമാക്കുമെന്നതാണ് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് അവർ നാളെ മുഖ്യമന്ത്രിയെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷ വിഷയത്തിലടക്കം ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസിന് വ്യത്യസ്ത നിലപാടുണ്ട്. വനംവകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ അവർ കാലാകാലങ്ങളിലായി ഉന്നയിക്കുന്നുണ്ട്. അത് ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കാനാണ് കേരള കോൺഗ്രസിന്റെ നീക്കം. നാളെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് കേരള കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുക. ശരി, ടി ജെ സജിത്താണ് വിശദവിവരങ്ങൾ നൽകിയത്.